ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നും ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് എത്തിയേക്കുമെന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാനെ തള്ളി സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദനും രംഗത്ത് വന്നു. സജി ചെറിയാൻ ഹീനമായ ജാതി കാർഡ് പുറത്തിറക്കുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മത്സരം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലാണെന്ന എ.കെ. ആന്റണിയുടെ പ്രസ്താവനയെ തള്ളിയായിരുന്നു ബി.ജെ.പി മികച്ച പ്രകടനം നടത്തുന്നതായുള്ള ഇടത് സ്ഥാനാർത്ഥി സജി ചെറിയാന്റെ പ്രതികരണം. ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സംശയമില്ല. അതിൽ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ 2-3 സംബന്ധിച്ചുള്ള തർക്കം മാത്രം. എൽ.ഡി.എഫ് യു.ഡി.എഫ് മാത്രമുള്ള മത്സരമാണെന്ന് എ.കെ. ആന്റണി അല്ല, അതൊക്കെ മാറി. ആ കാലമൊക്കെ പോയി. ബി.ജെ.പി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, നല്ലപോലെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് ബി.ജെ.പി. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൂടെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ പ്രവർത്തനം. രണ്ടാം സ്ഥാനത്ത് ബി.ജെ.പി വരത്തില്ലെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വന്നിരിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെ. എന്നാൽ ഈ പ്രസ്താവന ബി.ജെ.പിക്ക് ഗുണകരമാവുമെന്ന് കണ്ട സി.പി.എം നേതൃത്വം തള്ളിക്കളഞ്ഞു. ബി.ജെ.പിക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് ഇവർ തമ്മിലൊരു തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കച്ചവടം വല്ലതും കോലീബി സഖ്യം ഉണ്ടാക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതുള്ളൂ. ഇന്നലെ യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള മത്സരമാവും. അപ്പൊ ബി.ജെ.പി താഴോട്ട്. പിന്നാലെ സജി ചെറിയാന്റെ രാഷ്ട്രീയ നീക്കം തങ്ങളുടെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പ്രതിരോധവുമായി രംഗത്തെത്തി. ബി.ജെ.പി പകുതി വോട്ട് പോലും പിടിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ ബി.ജെ.പിക്ക് പോലും ഇല്ല. ആ സമയത്ത് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് നടത്തുന്ന പ്രചരണം ഹീനമായ ജാതി കാർഡ് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മാത്രമല്ല എൽ.ഡി.എഫ് പ്രവർത്തകർ ന്യൂനപക്ഷ മേഖലകളിൽ ബി.ജെ.പി ജയിക്കുമെന്ന വ്യാജ പ്രചരണം നടത്തി വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്നതായും സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിന് ചെങ്ങന്നൂരിൽ നഷ്ടമായ വോട്ടുകൾ തിരികെ ലഭിക്കുന്നത് തടയാനായി ഇടത് സ്ഥാനാർത്ഥി നടത്തിയ പ്രസ്താവന ബി.ജെ.പിക്ക് കൂടുതൽ തിളക്കം സമ്മാനിക്കുന്നതായി മാറിപ്പോയെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. എബി തോമസിനൊപ്പം കെ.ആർ. സാജു, മീഡിയ 1 ചെങ്ങന്നൂർ.